ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രേണുസുതിയുടെ കുറച്ച് കുലിസിത കാര്യങ്ങൾ കുറച്ചായില്ലേ നമ്മളെടുത്തൊന്നും റിയാക്ട് ചെയ്തില്ല. നമ്മൾ ആ സ്വർണ്ണ കേസും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സംതിങ് ലൈക്ക് ആ ഒരു ലൂപ്പിലായിരുന്നു. അപ്പം എക്കായാലും അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമുക്കതറിയുന്ന കാര്യമൊന്നുമല്ല, നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരു ആരോപണങ്ങൾ എന്താണ് ഈ സജിനയുടെ ചാനലിൽ കൂടെ കുറെ നാളുകളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ രേണുസുതി അവിടെ പോകുന്നത് തന്നെ വേറെ പണിക്കാണ്, മറ്റേ രീതിക്കാണ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വോയിസും വരുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ അത്ര വെടുപ്പുള്ള സ്ത്രീ എന്നല്ല, അവരും ഈ സെയിം പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അന്നേരം വോയിസ് കേട്ടപ്പോൾ തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിലുള്ള കുറെ അധികം ഫ്രണ്ട്സ് അവരെന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാർവതി നിന്റെ അഭിപ്രായം എന്താന്ന് കുറെ അധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചധികം ആൾക്കാരോട് നമ്മൾ യൂട്യൂബിൽ തന്നെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിലെല്ലാം അപ്പോഴും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എന്താണ്, ഒരു ഈഗോയിൽ നിന്നുണ്ടായതാണ്, ഒരു കുശുമ്പിന്റെ ഒരു മണം അടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇവർക്ക് ബിസിനസ് കിട്ടാത്തതിന് കാരണം എന്തോ പണി കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ആരാണ്ടോ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ രേണുസുതിയുടെ അവിടെ എന്തിനു പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നമ്മൾ കാണുന്നൊന്നുമില്ലല്ലോ. കുറച്ചധികം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന പരിപാടിയാണ്, നമ്മൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്കറിയത്തില്ല. അതേസമയം നമുക്കൊരു വിഷ്വൽസ് കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും കാണുകയൊക്കെ ആണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. അപ്പം ഇത് ഇങ്ങനെയൊക്കെ ഒരു പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ വളരെ മോശം തന്നെയാണ്. നമുക്ക് ഈ ഒരു സ്ത്രീയുടെ ഇങ്ങനെ ഒരു പോകുന്ന ഒരു വ്യക്തിയാണ് രേഷ്മ പി തങ്കച്ചനെങ്കിൽ അവരുടെ ഒരു പേരെടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പോലും നമുക്ക് മനസ്സ് വരത്തില്ല. അത്രയധികം അറപ്പ് ആയിപ്പോയി ഈ സ്ത്രീയോട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേസമയം ഇതൊന്നും സത്യമല്ല എന്നുണ്ടെങ്കിൽ, ഇത് രേണുസുതിയെ കുടുക്കിയതാണെങ്കിൽ അവരൊരു ഡിഫർമേഷൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സജീന പെടുക തന്നെ ചെയ്യും. എന്തൊക്കെയായാലും ഇത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ അടക്കമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും പല സ്ഥലത്തോട്ടും എന്താണ് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ രേണുസുതിയുടെ കൂടെ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്ന ശ്രീത്തു ആണെങ്കിലും സജിനയാണെങ്കിലും രേണുസുതിയെ നിരന്തരം വെളുപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ നിരന്തരമായിട്ട് പേരുദോഷം കേൾക്കുന്നവരുടെ പുറകിൽ ഇങ്ങനെ ഇവർ ഈ ശ്രീതു സജിനെ ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. എന്തിന്റെ കേടാണെന്ന് എന്നറിയത്തില്ല. നമ്മളൊക്കെയാണ് ഇങ്ങനെ ഒരു ആരോപണമുള്ള ഒരു ആൾക്കാരെ ചുറ്റിപ്പറ്റി ഒരിക്കലും നമ്മൾ ആ ഒരു സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ അവരെ എന്താണ് ന്യായീകരിക്കാനോ പോകത്തില്ല. കാരണം ഏറെക്കുറെ രേണുസുതി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ നമുക്കറിയാവുന്ന ഒരു ഇതാണ്. നമ്മൾ അരച്ചു വിലക്ക് കുടിച്ചിട്ടിരിക്കുന്നതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ, കുറെ അധികം വർഷങ്ങളായില്ലേ. ഈ പുള്ളിക്കാരി ഇന്ന് വരെ നാക്കെടുത്താൽ സത്യം പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞാലും അതിനകത്ത് നുണ തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിലേതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നുണയാണ്, നുണയുടെ ഒരു കൂമ്പാരമാണ്. പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇവർ ഈ മദ്യവും കാര്യങ്ങളും കഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഓൾറെഡി പുറത്ത് വന്നതാണ്. അപ്പം ഇവര് തന്നെ പല ആവർത്തിയിലും പലതവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ മാജിക് മൊമെന്റ് ആണ് അടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവര് സിഗരറ്റ് വലിക്കുന്നു എന്നുള്ള കാര്യവും ഇവർ പറയാതെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രേണുസുതി വലിക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇപ്പൊ രേണുസുതി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ. അപ്പൊ അവരതും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഇവർ ഈ വീഡിയോയിലൂടെ ഈ വോയിസിലൂടെ പറഞ്ഞ പോലെ ഇനി വേറെ എന്തെങ്കിലും ജോലിക്കാണോ, അതിലാണ് എനിക്ക് അറിയേണ്ടത്. ഇനി വേറെ എന്തെങ്കിലും പണിക്കാണോ പോകുന്നെന്നുള്ള കാര്യം. അപ്പം ഹനാന്റെ വിഷയം വന്നപ്പോഴത്തേക്ക് പ്രതികരിക്കാതെ ഇരുന്ന പോലെ തന്നെ ഈ വിഷയം വന്നപ്പോഴും രേണുസുതി പ്രതികരിക്കാതെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്കറിയാത്ത സ്ഥിതിക്ക് നമ്മൾ അതിലോട്ട് കൈ കടത്താനും പോകുന്നില്ല. അധികാരികളിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്, അവരിലോട്ട് വേണ്ടുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വിഷയം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ലൂപ്പ് പോയിന്റ്സ് ലഭിക്കാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതവിടെ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ വിദേശത്തായതുകൊണ്ട് നമ്മൾ എന്താണ് ഇന്ത്യൻ എംബസിയായിട്ട് ബന്ധപ്പെടാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇന്ത്യൻ എംബസിയിൽ ഇങ്ങനെ അറിയിക്കുക എന്നുള്ള കാര്യം. പിന്നെ മറ്റേ അപ്പൊ നമുക്ക് വിദേശത്ത് ഇരുന്നുകൊണ്ട് കേരളത്തിലെ പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇനി അതിരി വിട്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഇന്ത്യയിലാരും നമുക്ക് കണ്ണും പൂട്ടി എന്തെങ്കിലും ചെയ്യാം. ഇവിടെ വിദേശത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി അതിന്റെ തെളിവും കാര്യങ്ങളും ഒക്കെ കൊടുക്കാണ്ട് പോകണം. അപ്പൊ നമുക്കത് അധികമായിട്ട് നമുക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. കാരണം നമ്മൾ കുഞ്ഞുകുട്ടി പരാതികളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ ആ സമയം ഞാൻ ഇവിടെ വിദേശത്തല്ല ഇന്ത്യയിലായിരുന്നെങ്കിൽ ഞാൻ അങ്ങേയറ്റം വരെ പോകുമായിരുന്നു. എന്താണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തു വിടാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തെ കളി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലെ കളിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇവിടെ നിന്നെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമ്മളും കൂടെ പെടുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും എന്താണ് നമ്മൾ ജോലി തിരക്കിന്റെ ഇടയ്ക്ക് നമ്മൾ അതിന്റെ തെളിവും കൂടെ അവർ വിളിക്കുമ്പോൾ എല്ലാം നമ്മൾ സഹകരിക്കേണ്ടി വരും. അപ്പം ഏതൊക്കെയാലും ഇങ്ങനെയൊക്കെ കുറെ അധികം, ഞാൻ തന്നെയല്ലല്ലോ കുറെ അധികം ആൾക്കാർ ഇതുമായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്താണ് ഈ വോയിസ് വിട്ട ആള് നാട്ടിലെത്തി മൊഴി കൊടുക്കേണ്ടി വരും. അങ്ങനെ തെളിവുകൾ ഷെബീന ബീബി തന്നെ ശേഖരിച്ച് കൊടുക്കേണ്ടി വരും. അഥവാ ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ എന്താണ് രേണുസുതി ഡിഫർമേഷൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രേണുസുതി പറയുന്ന കാര്യങ്ങൾ പൈസ എത്രയാണോ അത്രയും തന്നെ ഷെബീന കൊടുക്കേണ്ടി വരും. മാനനഷ്ടത്തിനടക്കം കേസുകളാണ് വരുന്നത്. അപ്പൊ എന്താണെങ്കിൽ ഇത് തീക്കൊള്ളി കൊണ്ടാണ് ഇരുവരും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എന്താണ് കമന്റുകൾ രേഖപ്പെടുത്തുക. അപ്പൊ എക്കായാലും ഞാൻ കുറെ അധികം എന്തൊക്കെയോ പറഞ്ഞു പോയി. എക്കായാലും രേണുസുതിയുടെ 1-2 വീഡിയോസ് കണ്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് പോകാം. നല്ല നാടൻ മാമ്പഴമല്ലേ, ഇങ്ങനെ നാടൻ തിരിച്ചറിയണ പഴുത്തിട്ട് നമ്മളിങ്ങനെ കടിക്കും, ഇങ്ങനെ നാര് കയറി ഇറങ്ങുന്നതാണ് നാടൻ. നല്ല ടെറ്റിട്ട് വരണം. എന്താണ് ഞങ്ങൾ മാമ്പഴത്തിന്റെ കാര്യം പറയാം. എന്റെ മാങ്ങിയ നാടൻ മാങ്ങ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രേണുസുതി എന്നൊരു വ്യക്തിക്ക് ഒരു അടക്കവും ഒതുക്കവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും കൂടെ തെളിയിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഫ്രണ്ടിൽ മീഡിയാസ് നിൽക്കുവാണ്, അവൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് വളരെ ഷോർട്ടാണ്. ഇരിക്കേണ്ട ഒരു രീതിയുണ്ട്, ഒരു അടക്കം ഒതുക്കവും ഇല്ല. കാരണം നമ്മളായിട്ട് ഇനി ഇവളെ അടക്കം ഒതുക്കവും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇവൾ എന്താണെന്ന് തന്നെയുള്ള കാര്യം നമ്മൾ ഓൾറെഡി അറിഞ്ഞാണ്. പിന്നെയും ഇവളെ ഇനി എക്സ്പോസ് ചെയ്തിരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അടുത്തത് ഇന്നൊരു ഗേള്, ഞാനോർത്ത് ആൺകുട്ടിയായിരിക്കുന്നു, ഗേളിന്റെ നെയിം. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എന്താ മോനെ എന്ന് ചോദിച്ചു സബ്സ്ക്രൈബ്. അപ്പൊ എന്നോട് ചേച്ചി ഞാൻ ഗേളാണ്, ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല സബ്സ്ക്രൈബേഴ്സ്, ഞാൻ ചിലപ്പോൾ ഫേക്ക് ഐഡി അല്ലേ. അപ്പൊ ഞാൻ, അല്ല ചേച്ചി ഞാൻ ഗേളാണ്, എനിക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആളുടെ സംസാരിക്കുന്നത് ഞാൻ ഓർത്തിന് എന്തുവാ സംഭവം. അപ്പം ഗേളാ വിളിക്കാൻ ഭയങ്കര മെസ്സേജ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സബ്സ്ക്രൈബേഴ്സ് ഗേൾ ആയിട്ട് വന്നതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്ന രേണുസുതിയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് അപകടം നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള പെൺകുട്ടികളൊക്കെ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നാളത്തെ സമൂഹം എന്താണ് തെറ്റായ രീതിയിൽ പോകാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. ഇവളൊക്കെ ശരിക്കും മിസ്ലീഡിംഗ് ആയിട്ടാണ് നമ്മുടെ തലമുറയിൽ എന്താണ് വഴിതെറ്റിക്കുന്ന രീതിയിലാണ് ഇവരുടെ സോഷ്യൽ മീഡിയ രംഗങ്ങളിൽ വരുന്നത്. അത് ഒരിക്കലും അനുവദിക്കരുത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. അപ്പൊ ഒരു തെറ്റായ ജീവിത രീതിയും തെറ്റായ എന്താണ് ജീവിത ആഹാര രീതിയും നമ്മുടെ സമൂഹത്തെ തെറ്റായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ഈ രേണുസുതി എന്നാണ് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയേണ്ട, അപരാധം എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ശരിക്കും വിചാരിച്ചാണ് ഇതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കരുത്. പക്ഷെ എന്റെ പൊന്നു കുട്ടികളെ, നിങ്ങൾ ഈ കാണുന്ന നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവത്തെ ഓർത്ത് ഇതൊന്നുമല്ല ജീവിതം. നിങ്ങളുടെ ശരീരം കളയാനോ, നിങ്ങളുടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ആത്മാഭിമാനമാണ് നമുക്ക് വേണ്ടുന്നത്. മറ്റുള്ളവർ നമ്മൾ പ്രദർശിപ്പിക്കും നമ്മുടെ ശരീരം കണ്ടിട്ട് അവർക്ക് ഒരിക്കലും ആസ്വദിക്കരുത്. ഒരു സ്ത്രീക്ക് എപ്പോഴും അവിടെ പവർ എന്ന് പറയുന്നത് ആത്മാഭിമാനം തന്നെയാണ്. ഒരിക്കലും ഒരു വിൽപ്പന വസ്തുവായിട്ട് അത്രയും വില കുറച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ വില കുറച്ച് കാണാൻ നിന്ന് കൊടുക്കാതിരിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാൻ ഉള്ളൂ. ജീവിതം പാഴായെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഇന്നുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നെ വളരെ സ്നേഹമാണ് എന്റെ കൂടെ അഭിനയിക്കുന്നത്. ഇനി അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്റെ ജീവിതം കൊഞ്ഞട്ടയാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്നോട് വളരെ സ്നേഹത്തോടാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത് എല്ലാവരും. എനിക്കൊന്നു ദാസൻ കോഴിക്കോട് അവനേലും പിന്നെ എന്താണ് പ്രജീഷിനെയും ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞെന്ന് തോന്നുന്നു. ശരിക്കും ഇവള് കാരണം അവരുടെ ജീവിതം കോഞ്ഞാട്ടയാൻ ചാൻസ് ഉണ്ട്. കാരണം അതുപോലത്തെ കെട്ടിമറിച്ചിലായിരുന്നു ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത്. ഷൂട്ടിങ്ങിന് പല സമയത്ത് പോകുന്ന സമയത്ത്, ഷൂട്ടിംഗ് അല്ല എന്താണ് ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷമുള്ള, അത് മെയിൻ സ്ട്രീം ചാനലുകൾ അടക്കമുള്ള ആൾക്കാർ തന്നെയാണ് ഷൂട്ട് ചെയ്ത് നമ്മളോട്ട് എത്തിച്ചതല്ല. നമുക്കല്ലെങ്കിൽ അറിയില്ലല്ലോ. ഇവര് ഷൂട്ട് ചെയ്ത് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പുറത്ത് വന്നുകൊണ്ടാണല്ലോ നമ്മളെ പോലുള്ളവർ ഇതെടുത്ത് റിയാക്ട് ചെയ്തത്. അപ്പം ഒരു പക്ഷെ നമ്മൾ അന്നും പറഞ്ഞിരുന്നു ഇവരെല്ലാം കുടുംബം എന്താണ് കോഞ്ഞാട്ടയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ദാസൻ കോഴിക്കോടിനെ കുറിച്ച് ഗ്രീഷ്മ എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് ഇയാൾ വളരെ മോശമാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ബൈറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നില്ല. അപ്പൊ ഞാൻ ഈ ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണിന്റെ വീഡിയോ 8 മാസം മുന്നേ ഇവർ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ശ്രീലക്ഷ്മി ഗ്രീഷ്മയായിട്ട് റീല് ഈ ദാസന്റെ കൂടെ പോയി എടുത്തു. അപ്പൊ ശ്രീലക്ഷ്മിയുടെ എന്താണ് റീൽ ഇട്ടു. അയാൾക്ക് താല്പര്യമുള്ളവരുടെ റീല് മാത്രമേ ഇടുകയുള്ളൂ. അയാൾ അത്ര മോശമായിട്ടുള്ള രീതിയിൽ പരാമർശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 8 മാസത്തിന് മുന്നേ. അപ്പൊ ഇവൾമാരും ഒട്ടും വെടിപ്പൊന്നുമല്ല. ഞാൻ ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പോഴും പോക്ക് കേസാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര പോക്ക് കേസാണ്. അപ്പൊ ഇതുപോലുള്ള കുറെ ആൾക്കാരും കുറെ മക്കളും ഒക്കെ ഉണ്ട്. എന്തോ
ശരിക്കും എന്ന് പറഞ്ഞാലും ഈ രേണുസുതി എപ്പോഴും വിചാരിക്കുന്നത് രേണുസുതിക്ക് മധുര 17-18 കാലമാണ്, അവക്ക് ആ ഒരു ഫേസ് ആണ്, ആ ഒരു ഫിഗർ ആണ് എന്ന് മാത്രമാണ്. ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറുവാണ്. അപ്പം ശരിക്കും നമ്മളിവിടെ ഫേസിലോട്ട് നോക്കിയിട്ടുണ്ട്, ശരിക്കും ഒരു അമ്മച്ചി ലുക്കാണ് തോന്നുന്നത്. മേക്കപ്പിന്റെ പുറത്തൊക്കെയാണ്. പക്ഷെ എന്തൊക്കെ ആയാലും വളരെ ബോറിംഗ് ആണ്. ഇവിടെ ഈ കോപ്രായം എടുത്തു വെച്ചിട്ട് വിൽക്കാനാണ് ഈ ഡയറക്ടർമാരും കുറെ അധികം ആൾക്കാരും എല്ലാം നിൽക്കുന്നത്. ഇതിനകത്തോട്ട് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ഒരു സംശയം പറയുകയാണെങ്കിൽ, എന്താ കൊല്ലം സുധി മരിക്കുന്ന സമയത്ത് കുറെ അധികം ഫണ്ടുകൾ വന്നിട്ടുണ്ടല്ലോ. ആ ഫണ്ട് എന്ത് എന്നുള്ള ചോദ്യത്തിന് അപ്പൊ ഇവള് പറഞ്ഞത് 80,000 അല്ലെങ്കിൽ 1,00,000 രൂപ വന്നു. 1-2 അല്ല, വിദേശത്തടക്കമുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് മേളിൽ വന്നിട്ടുണ്ടായിരിക്കും. അവൾ മിക്കവാറും ഈ ഫണ്ട് വിനിയോഗിച്ചായിരിക്കും ഇതുപോലെ ഈ ഫണ്ട് ഇവള് അഭിനയിക്കാനോ അല്ലെങ്കിൽ ഡയറക്ഷനോ വേണ്ടിയിട്ട് എന്താണ് ഇവള് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വന്നായിരിക്കും അവൾ ഈ ഒരു നിലയിൽ എത്തിയെന്നാണ് എന്റെ ഒരു സംശയം. അല്ലെങ്കിൽ പിന്നെ ഈ ഫണ്ടൊക്കെ എവിടെ പോയി? ഇവൾ എന്തുകൊണ്ട് ദേവ് ഇതുപോലെ ചോദിച്ചിരുന്നു ഒരു ദിവസം എന്താണ് ബാങ്ക് ഡീറ്റെയിൽസ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇവള് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാണിക്കാമെന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നു. അന്ന് കാണിക്കാൻ ദേവും പറഞ്ഞു, പക്ഷെ ഇവള് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവള് തന്നെ എടുത്ത് മറിച്ചു. അതിന്റെ ആ ഒരു കണ്ണിൽ പൊടിയിടുന്ന പോലെ എന്താണ് ഈ കിച്ചുവിന് ഒരു 60,000-80,000 രൂപയ്ക്കുള്ള ഒരു ബൈക്ക് എടുത്തു കൊടുത്തു. ഈ 60,000-80,000 എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവരുടെ കൂട്ടുകാരി പറയുന്നത് 80,000 രൂപയുടെ ബൈക്കിന്, ഈ രേണുസുതി പറഞ്ഞു 60,000 രൂപയുടെ ബൈക്കിന്. ഇതിൽ ശരിക്കും എത്രയാണെന്ന് അറിയില്ല, അതുമല്ല സെക്കൻഡ് ഹാൻഡ്. അപ്പം അതിനകത്തൊക്കെ ഭയങ്കര പൊരുത്തക്കേടുകളുണ്ട്. അവൾ ആ ഒരു ഫണ്ട് മൊത്തം ഇതിന് വിനിയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് പൈസ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ഇനിയും കുറച്ച് ഇടണം. അതുപോലെ ഞാൻ പറഞ്ഞില്ല, വീട് സ്ഥലം മേടിക്കണം. പിന്നെ പതുക്കെ ഒരു ബിസിനസ് നോക്കണം. എല്ലാം ഞാൻ ആരംഭിക്കും. കുറച്ച് ഒരു 6 മാസത്തിനകം എല്ലാം ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യും. ഇപ്പൊ ഞാനൊന്ന് നിൽക്കാൻ തുടങ്ങിയത്. ഈ ഒരു 6 മാസത്തിനുള്ളിൽ എല്ലാം നടന്നാൽ മതി. വളരെ നല്ല കാര്യം തന്നെ. നിങ്ങൾ എന്നും ഇങ്ങനെ നടക്കണം അങ്ങനെയൊന്നുമല്ല. നിങ്ങളും രക്ഷപ്പെടണം എന്നൊക്കെ എന്നാണ് നമ്മുടെ ആഗ്രഹം. രേണുസുതി എന്നുള്ള വ്യക്തിയോട് ആർക്കും ഒരു താല്പര്യമില്ല. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു എന്താണ് ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ പ്രവൃത്തിയോടാണ് നമ്മളെല്ലാവരും വിയോജിക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ നന്നാകുന്നത് കൊണ്ടോ അവര് നല്ല രീതിയിൽ പോകുന്നതുകൊണ്ടോ ആർക്കാണ് ഇവിടെ നഷ്ടം? ആർക്കും ഒരു കുഴപ്പമില്ല. നിനക്കുണ്ടെങ്കിൽ നിനക്കുണ്ട്, എനിക്കുണ്ടെങ്കിൽ എനിക്കുണ്ട്, മറ്റുള്ളവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്ക്. പക്ഷെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യം, ആ ഒരു മീഡിയ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അനാവശ്യമായ രീതിയിൽ, അതായത് ഒരു നെഗറ്റീവ് രീതിയിൽ ഒരിക്കലും ഒരു പൈസ സമ്പാദിച്ചാൽ അതൊരിക്കലും നിലനിൽക്കത്തില്ല. അതായത് സത്യസന്ധമായി അധ്വാനിക്കുന്ന പൈസയാണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. മറ്റുള്ളവരെ പ്രാക്കും കണ്ണീരും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചും ഇതുപോലെ കടന്നൊക്കെ കൊടുത്താണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ നാളെ ഭാവിയിൽ അത് ഉപയോഗം ആകത്തില്ല എന്നൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരുപാട് ലെന്തി ആയിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ. അങ്ങനത്തെ തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ ഒരു പൈസ സമ്പാദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ചെയ്തോണ്ട് ഒരിക്കലും നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഇത് ചെയ്താലേ, നമുക്ക് ജോലി ചെയ്താലേ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ ഇഷ്ടമില്ലാത്ത ഈ പണി ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? രേണുസുതി ഒരു കരിയർ അല്ല, ഒരിക്കലുമല്ല. അതിന്റെ ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാവത്തുമില്ല. ഇവരൊരു കാരിയർ അല്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പൈസ സമ്പാദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കില്ല. ഒരിക്കലും അങ്ങനെ ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള ജോലിയെ ചെയ്യുള്ളൂ എന്നിവിടെ രേണുസുതി തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഷബീന ബീബി ഇങ്ങനെ പുറത്തു വിടുന്ന കുറേയധികം വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഉപരി വേറൊരു വോയിസ് ഉണ്ട്. ഇവള് ശരീര വിൽപ്പനയാണ്, അതിനൊരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് മോശമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അങ്ങനെ ഒരു കാശ് ഉണ്ടാക്കിയാൽ പോലും നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അത് നല്ലൊരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതും വളരെ മോശം ആയ പ്രവർത്തി തന്നെയാണ് എന്ന് ഈ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. അപ്പം എക്കായാലും ഈ ഒരു കാര്യത്തില് ഒരു ക്ലാരിറ്റി വരട്ടെ, അന്വേഷണം പുരോഗമിക്കട്ടെ. ഒരു അന്വേഷണം തീർച്ചയായും വേണം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ കസ്റ്റംസിനെയും മറ്റുള്ള ആൾക്കാരെയും എല്ലാം കരിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട്. അത് പുറത്തോട്ട് തന്നെ വരണം. നമുക്ക് കിട്ടാനുള്ള നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ആണ്, നമുക്ക് കിട്ടാനുള്ള ടാക്സ് ആണ്. അത് ഇന്ത്യയുടെ ടാക്സ് വെട്ടിച്ച് ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വോയിസിനകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളികളായിട്ടുള്ള കുറേയധികം സ്ത്രീകളെ ഇവിടുന്ന് ഈ റാക്കറ്റ്, അതായത് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ അടക്കമുള്ള റാക്കറ്റുകളിൽ ആൾക്കാർ കൊണ്ടുവന്ന് ശരീര വിൽപ്പനയാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ ഇവിടെ അടിച്ചിരുത്തുന്ന ഒരു കാര്യമാണ്. അവരെ ഒരു മറ്റു രാജ്യത്ത് കൊണ്ടുപോയി അവരെ ഒരു ഉപയോഗ വസ്തുവാക്കുന്ന ഒരു കച്ചവടമാണ് ഇവിടെ നടത്തുന്നത്. അതും ഇവിടെ നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പെൺവാണിഭം എന്ന് പറയുന്നത്. അതും അന്വേഷണ പരിധിയിൽ വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതും ആലോചിക്കേണ്ട, അതും അന്വേഷണം വരണം. അങ്ങനെ ഒരു സംഭവം ദുബായിൽ ബേസ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.